ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാകുന്നൊരു നല്ല അടിപൊളി റെസിപ്പിയാണ്. പത്തിരി പൊടി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയെടുത്താൽ. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തെടുത്തൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ പത്തിരിപ്പൊടി കൊണ്ടുള്ള ഒരു ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു വെറുതെ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് പത്തിരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കണം. ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൻ്റെ ആ ഒരു ഗ്ലാസ്സിനാണ് അളന്നെടുക്കുന്നത് ഞാൻ. നിങ്ങൾക്ക് കപ്പളം ഉണ്ടെങ്കിൽ അതിലെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പത്തിരിപ്പൊടി എടുത്ത് വെക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളത്തിന് 1.5 ഗ്ലാസ് പത്തിരിപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെയാണ് അളന്നെടുക്കുന്നത്. നമ്മളിപ്പം വെള്ളം അളന്നിക്കില്ലേ, ആ ഒരു ഗ്ലാസ്സിൽ തന്നെ ഒരു 1.5 ഗ്ലാസ് പത്തിരിപ്പൊടി എടുക്കുന്നുണ്ട്. വെള്ളം നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് പത്തിരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് കളന്തി കൊടുക്കുക. നമ്മളിപ്പോൾ പൊടിപ്പത്തിരിയൊക്കെ ആക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ നല്ലോണം ഒന്ന് കളന്തി കൊടുക്കുക. മാവൊന്ന് നല്ലോണം വെന്ത് വന്നോട്ടോ. അതുവരെ ഒന്ന് കളന്തിയിട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊടിയിട്ട് കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കണം. എന്നിട്ടാണ് ഇതേപോലെ ചെയ്യേണ്ടത്. എന്നിട്ട് നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തും വെള്ളമായതിനു ശേഷം പൊടിയൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കട്ടോ. ഇത്രയും മതിയാവും. ഇനി ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കണം. കുറച്ചൊന്ന് ചൂട് തണിഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇതൊന്ന് ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല. നല്ലോണം പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. 1 ഗ്ലാസ് അളവിൽ ഞാനിവിടെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാകത്തിലുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ല, അതുപോലെ തന്നെ കുഴച്ചെടുക്കുക. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. നിങ്ങളെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ നല്ല നെയ്യ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ അതാ ഞാൻ ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ബട്ടറൊന്ന് ഞാൻ ഇതിലേക്ക് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ കൈവച്ചിട്ടൊന്ന് ഞരടി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതിൽ മിക്സായി വന്നോളൂ. ഇനി ഇതാ മൈദപ്പൊടി ഇതേപോലെ ഒന്ന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ലൂസാക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇതേപോലെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാനൊരു പത്തിരിപ്പലയിൽ വെച്ചിട്ട് ഇതേപോലെ നല്ലോണം പ്രസ് ചെയ്തിട്ട് ഒന്നും കൂടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ പത്തിരി മാവില്ലേ, അതും ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. ഇപ്പം കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഉരുളകളാക്കി എടുക്കാം. നമ്മൾ ഈ സാധാരണ പത്തിരിക്കാക്കുന്നില്ലേ, അതിനേക്കാളും ചെറിയൊരു പീസാക്കിയിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. നമ്മളിപ്പം നൈസ് പത്തിരി ആക്കുന്നില്ല, അതിനേക്കാളും കുറച്ച് ചെറുതാക്കിയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഓരോ ബോൾസ് ഇതേപോലെ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാൻ മൈദ കുഴച്ച് വെച്ചിരുന്നല്ലോ, അത് ചെറിയ കുഞ്ഞു പീസാക്കിയിട്ട് ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പത്തിരിക്ക് എടുത്ത അത്ര വലിയ ബോൾസ് വേണ്ട കേട്ടോ, അതിനേക്കാളും ചെറുതായിരിക്കണം നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ അരിപ്പൊടി 10 എടുത്തെന്ന് വെച്ചാൽ ഇത് 10 തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഓരോന്നും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇത് പരത്താൻ വേണ്ടിയിട്ട് മൈദൻ്റെ ഒരു ബോൾസ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമ്മൾ പൂരിൻ്റെ അത്ര പരത്തിയെടുക്കുക കേട്ടോ. അധികം വലുപ്പത്തിൽ പരത്തണ്ട, പൂരിൻ്റെ അത്ര ആക്കിയിട്ട് പരത്തുക. നമ്മൾ ബോൾസാക്കി വെച്ച ആ അരിപ്പൊടിയില്ലേ, അതും ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുക. നല്ലോണം ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. കൈ കൊണ്ട് ഒന്ന് ഉരുട്ടിയിട്ട്
എന്നിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ മൈദപ്പൊടിയോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക, പരത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം പതുക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് പരത്തി എടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നില്ലേ, അതുപോലെ തന്നെ പരത്തി എടുത്താൽ മതിയാവും. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല സുഖമാണ് ഇത് പരത്താനും വേണ്ടിയിട്ട്. പെട്ടെന്നും കൂടി ഒട്ടി പിടിക്കൊന്നുമില്ല. ചപ്പാത്തിനേക്കാട്ട് സുഖമാണ് കേട്ടോ ഇത് പരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോന്ന് ഇതേപോലെ തന്നെ പരത്തിയെടുക്കുക. നമ്മൾ കാണിച്ചു തന്നിക്കില്ലേ, അതുപോലെ തന്നെ പരത്തിയെടുക്കുക. ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ മൈദ ഒന്ന് പൂരിൻ്റെ വലുപ്പത്തിൽ പരത്തിയെടുക്കുക. എന്നിട്ട് നടുവിലായിട്ട് നമ്മൾ പത്തിരിപ്പൊടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറുങ്ങനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ബട്ടറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാകുന്ന ഒരു നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് എത്രത്തോളം നൈസാക്കി പരത്തണോ അത്രയും നൈസാക്കി പരത്താം. പിന്നെ കട്ടി വേണമെങ്കിൽ കട്ടിയിലും തന്നെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് മുഴുവനായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനി ചുട്ടെടുക്കുക. ഒട്ടും തന്നെ എണ്ണയോ ഓയിലൊന്നും ആക്കി കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ബട്ടർ തേച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെ ബട്ടർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ പൊടിപ്പത്തിരി ചുടുന്നില്ല, അതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം പൊങ്ങിയൊക്കെ വരും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതാ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി ഇത് മറ്റേ ഭാഗവും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഓരോ ഭാഗവും ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നേരം തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം പൊങ്ങി വരും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വരും. നല്ല സോഫ്റ്റാണ് കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് ഏത് കറിയും പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഏത് കറി വേണമെങ്കിലും കൂട്ടി കഴിക്കാം. അപ്പം ഞാനിവിടെ ചിക്കൻ പൊരിച്ചതും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. ഞാൻ കാണിച്ചില്ല അതൊന്നും. അപ്പോൾ ഇതാ മുഴുവനായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പണി. പെട്ടെന്ന് തന്നെ കഴിയും. ഒട്ടും എണ്ണയോ ഓയിലൊന്നും ചേർക്കാതെ തന്നെ നമ്മളിത് ചെയ്തെടുത്തിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ. കൈ കൊണ്ട് ഇതിങ്ങനെ പിടിക്കുന്ന സമയത്ത് തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ പത്തിരിപ്പൊടിയിലാക്കി കൊടുത്തിരിക്കുന്നല്ലാതെ പിന്നെ നമ്മൾ ഒട്ടും ഓയിൽ വെളിച്ചെണ്ണ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. എത്ര നേരം വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത്. അടുത്ത പുതിയ വീഡിയോയിൽ കാണാം.